ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് മധുരയ്ക്കാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിനാണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. 1:45 AM നമ്മൾ എറണാകുളത്ത് നിന്ന് പോകുന്നത്. നമ്മളവിടെ ഏകദേശം ഒരു 12:30 PM ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തും. നമുക്ക് അമൃത എക്സ്പ്രസ്സിൽ ടിക്കറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു, ഫുള്ളായിരുന്നു. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രേം നിവാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നമ്മൾ റൂം എടുത്തായിരുന്നു. ഏകദേശം മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 200-250 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു 900 രൂപ എടുത്തായിരുന്നു റൂമിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ ഓൺലൈനായിട്ടാണ് എടുത്തിരുന്നത്. അല്ലാതെ നോക്കുമ്പോൾ നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം കാര്യങ്ങളായിരുന്നു. നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് ഈ റൂമിലോട്ട്. അപ്പോൾ നമ്മളങ്ങനെ റൂം കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് നമ്മൾ കഴിച്ചൊന്ന് ഫ്രഷപ്പായാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് മഹാത്മാഗാന്ധി മ്യൂസിയത്തിലോട്ടാണ്. നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസാണ് നമുക്കുള്ളത്. നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഒരു 100 റുപ്പീസിൻ്റെ അടുത്താണ് നമുക്ക് ഓട്ടോ ഫീ വന്നത്. നമുക്ക് ഇതിലോട്ടുള്ള എൻട്രി ഫീ ആയിരുന്നു മഹാത്മാഗാന്ധി മ്യൂസിയത്തിലോട്ടുള്ള. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം ചുറ്റി കണ്ടു. ഈ മ്യൂസിയം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു 15th April 1959 ഇനോഗ്രേഷൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന രീതിയിലുള്ള ഒരു വീട് കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി ആ ഒരു മോഡലിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കയറി കണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറച്ച് പാത്രങ്ങൾ, മെത്തകൾ, പിന്നെ ഡോറ്, റൂമുകൾ, പിന്നെ വീടിൻ്റെ ഉൾവശങ്ങൾ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ നമുക്കത് കാണാൻ സാധിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി വീണ്ടും അതിനെ ചുറ്റി കിടന്ന് കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ മെയിൻ ബിൽഡിങ്ങിൽ റിനോവേഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് മെയിൻ ബിൽഡിങ്ങിന് എൻട്രൻസ് ഇല്ലായിരുന്നു. അതിന് പകരം ഇവർ പുറത്ത് വേറൊരു സ്ഥലത്ത് ഇതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ മെയിൻ ബിൽഡിങ്ങിലുള്ള പോലെ അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് കാണാനുള്ളൊരു സംവിധാനവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ സ്റ്റാള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേടിക്കാമായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മളിതിൻ്റെ പുറം വശമൊക്കെ മൊത്തം ചുറ്റി കിടന്ന് കണ്ടു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചുറ്റി കിടന്ന് കണ്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ഡിനോസറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ചെന്നു. പിന്നെ കല്ലിൽ കൊത്തിയെടുത്ത കുറച്ച് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതിന് സൈഡിൽ തന്നെ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ഈ ഡിനോസറിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും, ഈ കല്ലിൽ കൊത്തിയെടുത്ത ശില്പങ്ങളും കാര്യങ്ങളും, അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളവിടെയൊക്കെ ചുറ്റി കിടന്ന് ഏകദേശം ഒരു അരമണിക്കൂറിൽ താഴെ സമയം നമുക്കിവിടെ ചിലവായിരുന്നു. അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് പിന്നെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയുള്ള രാജാജി പാർക്കിലോട്ടാണ് നമ്മൾ പോയത്. നമ്മൾ ചിൽഡ്രൻസിന് 10 റുപ്പീസിൻ്റെ അടുത്താണ് ഇതിൻ്റെ എൻട്രി ഫീ വരുന്നത്. അഡൽട്ട്സിന് 20 റുപ്പീസാണ് എൻട്രി ഫീ വരുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉൾവശത്തോട്ട് നമ്മൾ ചെന്നു. അതിൻ്റെ ഉള്ളിൽ കുറച്ച് റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയം ഏകദേശം ഒരു 4-4:30 ഒരു ടൈമിനുള്ളിലായതുകൊണ്ട് ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ അന്വേഷിച്ചപ്പോൾ കുറച്ചുകൂടെ കഴിയുന്ന സമയങ്ങളിൽ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മൾ ചെന്നപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളോ അങ്ങനെ ഒരുപാട് ക്രൗഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബേഡ്സിൻ്റെ പാർക്ക് കാര്യങ്ങളും പിന്നെ അക്വേറിയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നമ്മൾ അത്യാവശ്യം ചുറ്റി കിടന്ന് മൊത്തത്തിൽ കണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ ശരിക്കും ചുറ്റി കിടന്ന് കണ്ടു. അതിന് ശേഷം നമ്മളിതിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. പുറത്ത് ഇതിൻ്റെ കുറച്ച് റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ 1-2 എണ്ണത്തിലൊക്കെ നമ്മൾ കയറി നോക്കി. ഒരുപാട് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ചെല്ലുന്നതനുസരിച്ച് നമ്മൾ ഓരോ റൈഡിനും ഓരോ പ്രൈസായിരുന്നു. ഒരു 60 റുപ്പീസിന് താഴെയായിരുന്നു ടോട്ടൽ നമുക്ക് ഓരോ റൈഡിനും വരുന്നത്. പല പല റൈഡിന് പല പല റേറ്റായിരുന്നു. നമുക്ക് റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ആ റൈഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ആ റൈഡ് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
പല ഇനത്തിൽപ്പെട്ട ഒരുപാട് പക്ഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു വിരുതൻ കൂട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പുറത്തോട്ട് പതിയെ പതിയെ പറ പറ പറന്ന് നടക്കാനും ചാടാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പോഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ക്യാമറകളിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇത് എഡിറ്റ് ചെയ്യുന്നതും മൊബൈലിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ആ പാർക്കിൽ കുറച്ച് നേരം ശിവക്കുട്ടൻ കളിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ പല പല സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തി. അതിനിടയിൽ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾ ഈ പാർക്കിൻ്റെ അടുത്ത് ഞങ്ങൾ ചിലവഴിച്ചായിരുന്നു. അതിൽ കുറച്ച് റൈഡുകൾ കാര്യങ്ങൾ നമുക്ക് ശിവക്കുട്ടന് ഇഷ്ടപ്പെട്ടത്, പിന്നെ അല്ലാതെ നമ്മൾ കയറണമെന്ന് ആഗ്രഹമുള്ള 1, 2, 3 റൈഡുകളൊക്കെ നമ്മൾ കയറിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഏകദേശം നമ്മൾ ചുറ്റി നടന്ന് കാണുകയും നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റൈഡുകളിലൊക്കെ കയറുകയൊക്കെ ചെയ്തു. നമ്മൾ ഇങ്ങോട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്ന പോക്കായതുകൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ട്രെയിനിൻ്റെ ടിക്കറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അമൃത എക്സ്പ്രസ് ഉണ്ട് ഡെയിലി. നമുക്ക് അമൃത എക്സ്പ്രസ്സിന് നമ്മൾ ടിക്കറ്റ് ചാർജ് 245 റുപ്പീസാണ് സ്ലീപ്പറിന് വരുന്നത്. നമ്മൾ അഡ്വാൻസായിട്ട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും അമൃത എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ഇതിന് ശേഷം പുറത്തൊരു ക്ഷേത്രമുണ്ട്, അവിടുത്തെ ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മധുര മീനാക്ഷിയുടെ ക്ഷേത്രം അവിടെയും ചെന്ന് നമ്മൾ അവിടുത്തെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലോട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ മധുരയിൽ നിന്ന് പഴനിയിലോട്ട് ട്രെയിനുണ്ട്. ഏകദേശം 7 മണിക്കാണ് നമുക്ക് ആ ട്രെയിൻ ഉള്ളത്. ആ ഒരു ട്രെയിൻ കയറി നമ്മൾ മധുരയിൽ നിന്ന് പഴനിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറിൽ താഴെയാണ് സമയം എടുക്കുന്നത്. ആ ട്രെയിനിലോട്ട് നമ്മൾ പോകാൻ വേണ്ടി മധുരയിൽ നിന്ന് തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു ക്ഷേത്ര ദർശനം കൂടെ നമ്മൾ നടത്തുകയാണ്. ആ ഒരു ക്ഷേത്ര ദർശനത്തിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. അവിടെ നിന്ന് തൊഴലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി തൊട്ടടുത്ത് തന്നെയുള്ളൊരു ചായക്കടയിലോട്ടാണ് പിന്നെ പോയത്. അവിടെ നല്ല രീതിയിലുള്ള ചായയും പിന്നെ വടയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ഈവനിങ് സ്നാക്സായിട്ട് നമ്മൾ കഴിച്ചു. ആ ചായക്കടയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മളിവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ പിക്ക് ചെയ്ത് നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലോട്ടാണ് പോയത്. അത് ഏകദേശം ഒരു 4.5 കിലോമീറ്ററാണ് ഉണ്ടായിരുന്നത്. അതിനും ഈ പറഞ്ഞതുപോലെ ഒരു 100 രൂപയുടെ അടുത്തായിരുന്നു നമുക്ക് ഓട്ടോയുടെ ഫീ വന്നത്. അതിന് ശേഷം നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നമ്മളവിടെ ചെന്നു. ഏകദേശം ഒരു 6 മണി സമയത്തോടടുത്താണെന്ന് തോന്നുന്നു നമ്മളവിടെ എത്തിയപ്പോൾ. അതിൻ്റെ പുറത്തുള്ള കുറച്ച് ദൃശ്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു. എന്നിട്ട് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ നടയിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നത് അമ്പലത്തിൻ്റെ ഗോപുരവും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നമ്മൾ അമ്പലത്തിന് പുറത്ത് തന്നെയുള്ള ഒരു മൊബൈൽ ഫോണ്, നമ്മുടെ ചെപ്പൽസ്, ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അതിന് ചെറിയൊരു ഫീ ഉണ്ടായിരുന്നു, 5 റുപ്പീസോ അങ്ങനെ എന്തോ. ആ ഒരു ഫീ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളിതെല്ലാം അവിടെയാണ് വച്ചത്. അതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് ദർശനത്തിന് കയറിയത്. നമ്മൾ കയറിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ക്യൂ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അടുത്താണ് നമ്മൾ ക്ഷേത്രത്തിൽ കയറി തൊഴലെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയത്. തിരിച്ച് നമ്മളിവിടെ നിന്ന് ഓട്ടോയ്ക്ക് തന്നെയാണ് തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോയത്. അത് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ അടുത്താണ് നമുക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെയാണ് നമ്മൾ ഫോണ് കാര്യങ്ങൾ, ചെരുപ്പ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ മധുരയുടെ സ്പെഷ്യലായ ജിഗർദണ്ഡ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. കുഴപ്പമില്ല. കുടിച്ച് നോക്കിയിട്ട് ഒരു പായസം പോലെ തോന്നി. പായസത്തിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കൊടുത്ത് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ജിഗർദണ്ഡ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലോട്ടാണ് പിന്നെ പോകാൻ പോകുന്നത്. പിന്നെ രാവിലെ നമ്മളവിടെ നിന്ന് ഒരു 7 മണിക്കുള്ള ട്രെയിനിൽ മധുരയിൽ നിന്ന് പഴനിയിലേക്ക് നമ്മൾ പോകുന്നതായിരുന്നു.
ഒരു 60 റുപ്പീസിൻ്റെ അടുത്തായിരുന്നു ചാർജ് എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പഴനിയിലോട്ട് നമ്മൾ ബസ് സർവീസ് കാര്യങ്ങളുണ്ട്. ഈവനിങ്ങും മോർണിംഗും മാത്രമേ ബസ് സർവീസ് ഉള്ളൂ. ബസ്സിന് 10 റുപ്പീസിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ ചോദിച്ചു വന്നപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ അവൈലബിൾ ആണ്. 100 റുപ്പീസിൻ്റെ അടുത്താണ് ഓട്ടോറിക്ഷ വരുന്നത്. പിന്നെ 100 റുപ്പീസിൻ്റെ അടുത്താണ് നമുക്ക് കുതിരവണ്ടി വരുന്നത്. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ കുതിരവണ്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിലൊന്ന് കയറാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ കുതിരവണ്ടിയിലാണ് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പഴനിയുടെ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മളിപ്പോൾ പോകുന്നത്. ഞാനൊരു സെക്കൻഡ് തേർഡ് ടൈം കൊണ്ടാണ് ഇപ്പോൾ കുതിരവണ്ടിയിൽ കയറുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിവിടെ കുതിരവണ്ടി കാര്യങ്ങളൊന്നും നമ്മൾ കാണാനില്ല. നമ്മളിവിടെ മോട്ടോർ സൈക്കിൾ മോട്ടറുള്ള വാഹനങ്ങൾ കാര്യങ്ങളാണല്ലോ ഉള്ളത്. പഴനി അല്ലെങ്കിൽ തമിഴ്നാട് ഏരിയകളിൽ ഇപ്പോഴും ഒരു തനിതായ വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ ചെന്ന് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിരുന്നു. അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു അവിടെയുള്ളത്. അത്യാവശ്യം വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അടിവാരം നിന്ന് ഒരു 300-400 മീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഹോട്ടലിലേക്ക്. പിന്നെ നമ്മൾ ചെല്ലുന്നത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ആയ ദണ്ഡപാണി നിലയത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് അടിവാരത്ത് നിന്ന് നമ്മളിവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. അവിടെ നിന്ന് നേരെ നമ്മൾ ഉള്ളിലോട്ട് നമ്മൾ എൻട്രൻസ് കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഏതൊരു ജനപ്രതിനിധി കാര്യങ്ങൾ MLA കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നത്. ഇതാണ് ഓരോ റൂമിൻ്റെയും റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് ഇതിൽ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് അവിടെ ചെന്നാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമുക്ക് ഏകദേശം ഒരു 300 റുപ്പീസിൻ്റെ അടുത്തേ ആയുള്ളൂ നമുക്കവിടെ റൂമിന് പെർ നൈറ്റ് 24 hours. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് നമ്മൾ മല കയറാൻ വേണ്ടി നമ്മൾ പോകേണ്ടത്. തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് നമുക്കിവിടെ നേരിട്ട് നോക്കിയാൽ നമുക്ക് കാണാവുന്നേ ഉള്ളൂ പഴനിമല. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം കാര്യങ്ങളായിരുന്നു. നമ്മുടെ ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി റൂമായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ റൂമിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ പുറത്ത് നമ്മൾ റൂം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ 1000 റുപ്പീസ് എബോവൊക്കെയാണ് റൂമിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഈവനിങ് നമുക്ക് പഴനിമല കയറാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ തൊട്ടടുത്ത് നേരത്തെ കാണിച്ച ഹോട്ടലിൽ ചെന്നാണ് ഫുഡ് കാര്യങ്ങളൊക്കെ പിന്നെ മേടിച്ചത്. ഇവിടെ നമുക്ക് തലമുടി മുട്ടയടിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ നേരെ കാണുന്നതായിരുന്നു പഴനിമല. പഴനിമല ഗണപതി കോവിലിൻ്റെ ഓപ്പോസിറ്റ് കൂടി ശരവണപ്പൊയ്ക എന്ന് പറഞ്ഞാൽ മുരുകൻ്റെ തന്നെ ഒരു അമ്പലമുണ്ട്. നമ്മൾ അവിടെ കയറി തൊഴുതതിന് ശേഷം വേണം നമ്മൾ പഴനിമല ചവിട്ടാനെന്ന് അവിടെ 1-2 ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു അങ്ങനെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ശരവണപ്പൊയ്ക എന്ന് പറഞ്ഞ് ഈ അമ്പലത്തിലോട്ട് വരുന്നത്. അടിവാരം ഗണപതി കോവിലിൽ നിന്ന് നമുക്കൊരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഒരു 600 മീറ്ററിൽ താഴെ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പതിയെ നടന്നു വന്ന് നമ്മളിവിടെ തൊഴൽ കാര്യങ്ങളൊക്കെ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറി. അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി എല്ലാ സ്ഥലങ്ങളും തൊഴുകയും പിന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഫോട്ടോയോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്ന കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തായിരുന്നു. അത്യാവശ്യത്തിന് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ഉൾവശത്തുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോകുന്നത് പഴനിമലകളിലോട്ടാണ്. പഴനിമല നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 600 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്നു. നമ്മുടെ പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാം. നമ്മുടെ ഫോണ്, വാച്ച്, ക്യാമറ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മല കയറുന്നതിന് മുമ്പായിട്ട് ആ ദേവസ്ഥ തന്നെ ഒരു കൗണ്ടറിൽ നമ്മൾ ഏൽപ്പിക്കണമായിരുന്നു. അതിനൊരു 5 റുപ്പീസിൻ്റെ അടുത്ത് ചാർജ് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും മുകളിലോട്ട് കൊണ്ടുപോകാൻ അലൗഡ് അല്ലായിരുന്നു. നമ്മളങ്ങനെ കൊടുത്ത് നമ്മൾ നേരെ പഴനിമല കയറാൻ വേണ്ടി പോവുകയായിരുന്നു. ഏകദേശം നമുക്കൊരു അരമണിക്കൂറിൻ്റെ അടുത്താണ് ടൈം എടുത്തത്. നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പതിയാണ് നമ്മൾ കയറി ചെന്നത്. അത് ഒട്ടും തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് നല്ലപോലെ തൊഴാനോ കാര്യങ്ങളൊക്കെ പറ്റി. നമുക്കൊരു 7 മണി സമയമായപ്പോഴത്തേക്കും അവിടെ തങ്കത്തേര് കാര്യങ്ങളുണ്ടായിരുന്നു. തങ്കത്തിൻ്റെ വിഗ്രഹം
കൊണ്ട് ഉണ്ടാക്കിയ പോലെ മുരുകൻ്റെ വിഗ്രഹം ഇങ്ങനെ പുറത്ത് എഴുന്നള്ളിക്കുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ കണ്ടു. അതിന് ശേഷം അവിടെ നിന്ന് അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചാണ് നമ്മൾ തിരിച്ച് മടങ്ങിയത്. നമ്മൾ സാധാരണ ഇന്ന് ഇത് കഴിഞ്ഞ് പോരേണ്ടവർക്ക് ഇത് കഴിഞ്ഞ് പോരാം. ഇന്ന് ഈവനിങ് ബസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പഴനിയിൽ നിന്ന്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് പണി നമ്മൾ ഒരു ഡേ കൂടെ നമ്മളവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കറങ്ങി ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ നാട്ടിലോട്ട് നമ്മൾ തിരിച്ച് പോരുന്നത്. നമ്മൾ അമൃത എക്സ്പ്രസ്സിൽ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടിക്കറ്റിലാണ് നമ്മൾ ഇങ്ങോട്ട് പോരുന്നത്. ഇപ്പോൾ ആ പോർഷനുകളിലാണ് നമ്മൾ ഫോൺ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അറ്റത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന അവിടെ ഫോൺ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറാൻ. പായസം കാര്യങ്ങളൊക്കെ നമുക്ക് താഴത്ത് തന്നെ മേടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് പഴനി ദേവസ്വത്തിൻ്റെ ഫ്രീ സർവീസായ വണ്ടികളുണ്ട് അവിടെ. അതേപോലെയുള്ള ഇലക്ട്രിക്കലിൻ്റെ വണ്ടികളിൽ നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതിയെ ഇങ്ങോട്ട് പോകുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി.